അസ്സലാമലൈക്കും. ഇവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല മക്കളെ, ഭയങ്കര തിരക്കാണ്. തിരക്ക് മാത്രമല്ല, രോഗികളതൊന്നും എടുത്ത് പുറത്ത് വിടാൻ പറ്റില്ല, അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് രോഗികളൊന്നും ഞാൻ എടുക്കണില്ല. ഞാൻ ഇവിടെയുള്ള ഈ രണ്ട് വ്യൂസ് മാത്രം എടുത്ത് കാണിച്ചു തരാം. വഴികൾ ഉണ്ടോ? അങ്ങനെ മെഡിക്കൽ കോളേജിലെ 5-ാമത്തെ ദിവസം ഒരുപാട് അനുഭവങ്ങൾ തന്ന ദിവസങ്ങളാണ്. കണ്ണിൽ കണ്ട നമുക്ക് സങ്കടങ്ങൾ മാറാത്ത ദിവസങ്ങൾ. ഓരോരുത്തർ വരുന്നതും പോണതും, അതേമാതിരി നമ്മളെ കൺമുമ്പിൽ വെച്ചുള്ള മരണങ്ങളും. ഏതായാലും ഇവിടെയൊക്കെ വന്നൊരു 2 ദിവസം നിന്നാൽ നമുക്ക് മനുഷ്യൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അത്രക്കുള്ള കഷ്ടപ്പാട് പിടിച്ച സ്ഥലങ്ങളാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംഭവം. കൺമുമ്പിൽ നിന്നിട്ടൊരു മനുഷ്യൻ മരിച്ചുപോയി, അതെനിക്കിങ്ങനെ ഓർക്കാനും കൂടി വയ്യ. നേരം വെളുത്തൊരു 3-3:30 4 മണി അസർവാങ്ക് വിളിക്കുന്ന സമയം വരെയൊക്കെ ഉഷാറായിട്ട് വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ മനുഷ്യൻ കരച്ചിൽ. എനിക്ക് നെഞ്ചുവേദന എടുക്കുകയാണെന്ന് വന്ന്. പിന്നെ പിറ്റേ ദിവസം 3 മണി വരെ അതേ കരച്ചിലാണ്. നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ. അത് കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞങ്ങളെ ബെഡിൻ്റെ പ്രത്യേകത ഒരു അരഫിറ്റികളാണ് നല്ലതാ, ഇതുമാതിരിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ആണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളുമായിട്ടുള്ളതാണ് വാർഡ്. അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കുമ്പോൾ ഈ മനുഷ്യൻ നെഞ്ചുവേദന എടുത്തിട്ട് ഇങ്ങനെ പെട്ടയുന്നുണ്ട് അവിടെ കിടന്നിട്ട്. അപ്പോൾ ഡോക്ടർമാർ വരുന്നു, സിസ്റ്റർമാർ വരുന്നു, നോക്കണ് എല്ലാം ഉണ്ട്. വാർഡ് 3 ഇതിലാണ് കിടക്കണത് ഞങ്ങൾ. അപ്പോൾ അത് പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞാൽ അവർ എന്തോ ഒരു ചായ ചൂടുവെള്ളം, സിസ്റ്റർമാരും ഡോക്ടർമാരും വന്നിട്ട് ചൂടുവെള്ളം കൊടുക്കാൻ പറഞ്ഞു. ചൂടുവെള്ളം കൊടുത്തു. ട്രിപ്പ് കയറുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ മാറി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് പിറ്റേ ദിവസം കേട്ടോ, വേദന വന്ന് പിറ്റേ ദിവസം ഒരു 2:30-3 മണിയായപ്പോൾ ഈ മനുഷ്യൻ കുറച്ച് രക്തം ഛർദ്ദിച്ചതും ഡോക്ടർമാർ ഇവരെല്ലാം അങ്ങോട്ട് ഓടി വന്ന് വെൻറ്റിലേറ്റർക്ക് മാറ്റി. അവിടെ നിന്ന് 2-3 ഡോക്ടർമാർ നെഞ്ചിൽ ഇങ്ങനെ അമർത്തുന്നുണ്ട്. അമർത്തി നിൽക്കുന്നുണ്ട്. മറ്റേ വേറെന്തോ ഒരു സാധനം കുത്തുമല്ലേ നമ്മളെ ജീവൻ്റെ ഇതൊക്കെ കാണിക്കണേ, അതിൻ്റെ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താണെന്ന്. അതിങ്ങനെ നോക്കിയുണ്ട്. ഇതിൽ വേരിയേഴ്സ് ഇങ്ങനെ നോക്കി ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് അവർ തമ്മിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യേനോട് അടുത്തേക്ക് വരണ്ടായിരുന്നു. ഭാര്യയും ഒരു 2 വയസ്സുള്ളൊരു കുട്ടിയാണുള്ളത് കൂടുള്ളത്, വേറെ ആരുമില്ല. കൊല്ലത്തുള്ള മനുഷ്യനാണ്. മാറി ഇങ്ങനെ അമത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂർ നേരം ഒരു 3-4 ഡോക്ടർമാർ നിന്ന് നെഞ്ചിലിങ്ങനെ അമത്തി എടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇട്ടിട്ട് പോയി. അപ്പോൾ എനിക്കൊരു സംശയം, എനിക്കതറിയില്ല, അത് മരിച്ചിരിക്കുകയാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പച്ച കളറിൽ ഇതിങ്ങനെ ഓടുന്നുണ്ട്. 100, 101, 102 ഉള്ള അക്ഷരങ്ങളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറവായതുകൊണ്ട് സുഖമായിട്ടുണ്ടാവും, ജീവൻ തിരിച്ചു കെട്ടിയോണ്ടായിരിക്കും ഡോക്ടർമാർ ഇട്ടിട്ട് പോയതെന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടും ആരും അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡർ ഉണ്ട്, ഈ രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കൊണ്ടുപോയാക്കുന്ന, ഓരോ വാർഡിൽ കൂടെ കൊണ്ടുപോയാക്കുന്ന അറ്റൻഡർമാരുണ്ട്. അതിലൊരു മനുഷ്യൻ എന്നോട് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ബെഡിലാണ് ഇരിക്കണം, ഉമ്മാനെ കടത്തിയിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് ബെഡിലായിരിക്കണം. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഇവിടേക്ക് ആരും വന്നില്ലേ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാര്യയും കുഞ്ഞുകൊണ്ടുവന്നില്ല, അതെവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അപ്പുറത്ത് ഇരുന്നിട്ട് കരയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പോയി നോക്കുമ്പോൾ അവരെ കാണില്ല. പിന്നെ അപ്പുറത്തെ ഒരു ലാസ്റ്റ് ഒരു ബെഡിൽ അവർ പോയിരുന്ന് കരയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ വന്നിരിക്കുക, ആ മനുഷ്യൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. ഇല്ല ഞാൻ അങ്ങോട്ട് വരില്ല, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അതെന്താ? ഇല്ല മരിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞല്ലോ. എന്നിട്ടും എനിക്ക് വിശ്വാസം വരില്ല, കാരണം അപ്പോൾ അത്രയ്ക്ക് നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞിട്ടാണ് ഞാനിത് മരിച്ചു എന്ന് അറിയുന്നത്. പിന്നെ ഞാൻ അറ്റൻഡറോട് ചോദിച്ചു തിരിച്ചു വന്നിട്ട്, ആ മനുഷ്യൻ മരിച്ചു ചോദിച്ചപ്പോൾ മരിച്ചതവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അത്രയായി, 1 മണിക്കൂറിൽ കൂടുതലായില്ലേ. ഒരു മനുഷ്യന്മാർ അതിൻ്റെ അടുത്തേക്ക് എത്തണില്ലല്ലോ, നമ്മളൊക്കെ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കേണ്ടതെന്ന് കേട്ടോ. പക്ഷെ അവർ കൊല്ലത്തുനിന്ന് എത്തണമായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കൊല്ലത്തുനിന്ന് എത്തണം. കൊല്ലത്തുനിന്ന് എത്തുന്നത് 2 മണിക്കൂർ
കൊല്ലത്തുനിന്ന് ആസ്പത്രിയിൽ എത്തേണ്ട ടൈമുണ്ട്. ബസ്സിന് വരികയാണെങ്കിലും ഇനി വണ്ടി എടുത്ത് വരികയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും, സ്വന്തം വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും കൊല്ലത്തുനിന്ന് വേണം മെഡിക്കൽ കോളേജിൽ എത്താൻ വേണം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ ചേച്ചിനെ ഞാൻ വിളിച്ച് കൊണ്ടുവന്നിരുത്തി. ആ കുട്ടിനെ അവിടെ കൊണ്ടുവന്നിരുന്ന് അവർ കുറച്ച് നേരം കുറേ എന്നെക്കൊണ്ട് പറ്റാവുന്ന മാതിരി ഞാൻ ആശ്വസിപ്പിച്ചു. അങ്ങനെ പിന്നെ അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പിന്നെ അറ്റൻഡർ തന്നെ 2-3 ആൾക്കാർ അടുത്തുള്ളവരും കൂടെ കൂടി അങ്ങനെ കൊണ്ടുപോയി. എന്തോ പാവം, അതിന് സമാധാനം കൊടുക്കട്ടെ പടച്ച റബ്ബ്. 3 വയസ്സുള്ളൊരു കുട്ടി, ഇനിയൊരു കുട്ടി വീട്ടിലുണ്ട് പറഞ്ഞാൽ ചെറുപ്പക്കാരനായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ നിലവിളിക്കുന്ന കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കില്ല. പക്ഷേ എൻ്റെ വിചാരം വല്ല വയറുവേദന എടുത്തിട്ട് നിലവിളിക്കായിരിക്കും. ഒരുപാട് ജനമുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊന്നും പോയി അന്വേഷിക്കൂലല്ലോ. ഓരോ നിയമം തീരുമാനത്തിൽ നമ്മൾ തന്നെ എത്തണല്ലേ. അത് വയറുവേദന ആയിരിക്കും, അതുകൊണ്ടാണ് കരയണ്. അല്ലെങ്കിൽ കാലുവേദന, മുറിയുണ്ടെങ്കിൽ കാലുവേദന, ആ മുറി വേദനിച്ചിട്ടായിരിക്കും കരയണ്. ഇങ്ങനെ പക്ഷെ എങ്ങനെയൊന്നും നമ്മളറിയില്ലല്ലോ. ഏതായാലും കൺമുമ്പിൽ കഴിഞ്ഞ മരണം വല്ലാത്തൊരു ഇതായി. അപ്പോൾ ഞാൻ പറയാം, ഇവിടെയൊക്കെ വന്നതല്ലേ, കുറച്ച് നേരം വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം അഹങ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നും പറയുന്നുണ്ടെങ്കിലും കൺമുമ്പിൽ ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് മരിച്ചിങ്ങനെ കൊണ്ടുപോകണ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇതിവിടെയുള്ള സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു മനുഷ്യനെ നോവിക്കാൻ കഴിയില്ല. കാരണം ഏത് സമയത്തും വരുമ്പോൾ നടന്നു വരുന്നു, തിരിച്ചു പോകുമ്പോൾ സ്ട്രെച്ചറിൽ മൂടിക്കെട്ടി കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി പടച്ചവൻ കൊടുക്കട്ടെ. എല്ലാ രോഗികളും ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വേദന സഹിക്കില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പടച്ച തമ്പുരാൻ നമ്മളെയൊന്നും ഇതുപോലെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ഉമ്മ അപ്പുറത്തുണ്ട്, ഉമ്മാനെ ഞാൻ കാട്ടണില്ല. എനിക്ക് ഉമ്മാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ പറ്റില്ല അറിയാം. വെറും എല്ലും തോലുമുള്ള എന്താ ഇതിനെ ഞാൻ കാട്ടുന്നത്. കാണാൻ കൊതിയുള്ളവർ, ഉമ്മാനെ കാണാൻ കൊതിയുള്ളവർ കുറേ ആൾക്കാർ. ഇവിടെ റേഞ്ചില്ല, തീരെ റേഞ്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ കാണാൻ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഉമ്മാൻ്റെ വിവരം അന്വേഷിച്ചുകൊണ്ട് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കാണിക്കാതെ ഉമ്മാൻ്റെ വിവരം ഇങ്ങനെ പറയുകയാണ്. പിന്നെ സോഴ്സ് കൂടെ പറയാറുണ്ട്. അതേമാതിരി കമൻറ്റിൽ തിരിച്ച് ചോദിക്കണവർക്ക് കമൻറ്റിൽ തിരിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതാണ്. അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് വെറുതെ ഇരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ലൈവിൽ ഏതെങ്കിലും ലൈവിൽ കയറാം, അല്ലെങ്കിൽ വല്ല വീഡിയോസും കാണാം. ഇതൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. റേഞ്ചില്ല. നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുകയാണ്. ഡയാലിസിസ് സെൻറ്റർ ഈ ഡയാലിസിസ് സെൻറ്ററിക്കും അതേമാതിരി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കയറിപ്പോവും. നല്ല മനുഷ്യൻ നല്ല ആരോഗ്യവനായിട്ട് പോവും. പക്ഷെ തിരിച്ചു വരുന്നത് തമ്പുരാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുക. രോഗികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. രോഗികളൊന്നും നമുക്ക് എടുക്കാനുള്ള അനുമതിയില്ല, എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.